വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ECG നോക്കി എങ്ങനെ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ 4 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ECGനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ റേറ്റ് റിതം എങ്ങനെ കാണണം, കാർഡിയാക് ആക്സിസ് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം, പി വേവ് PR ഇൻ്റർവെൽ എങ്ങനെ നോക്കണം, അതിൻ്റെ അബ്നോർമാലിറ്റീസ് ഒക്കെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ 4 വീഡിയോയിലൂടെ കണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നോക്കാം. അതായത് സ്റ്റെമി, എൻസ്റ്റെമി, അതിൻ്റെ കുറേ വേരിയേഷൻസ്, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പം ECG നോക്കി മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ്റെ പത്തോളജി, അതായത് പത്തോഫിസിയോളജി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒരു കൊറോണറി വെസലിൻ്റെ ബ്ലോക്ക് കാരണം ഹാർട്ടിൻ്റെ മസിലിലേക്ക് ബ്ലഡ് ഫ്ലോ കട്ടായതുകൊണ്ട് വരുന്ന ഒരു ഇഞ്ചുറി കാരണമാണ് നമുക്ക് ഈ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പത്തോളജി പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഒരു കൊറോണറി വെസൽ ബ്ലോക്ക് ഉണ്ടാവുകയാണ്. അതിനുശേഷം ഈ ബ്ലോക്ക് കാരണം ബ്ലഡ് സപ്ലൈ എത്തുന്നില്ല, അതുകൊണ്ട് ഓക്സിജൻ സപ്ലൈ ഡിമിനിഷ്ഡ് ആവുകയാണ്. നമുക്ക് ഇസ്കീമിയ എന്ന് പറയുന്ന അവസ്ഥ കാണുന്നത്. അങ്ങനെ ഈ ഓക്സിജൻ റിസർവ് തീർന്നു പോകുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ മയോകാർഡിയൽ സെൽസ് ഉണ്ടല്ലോ, ഇതൊക്കെ അനേറോബിക് മെറ്റബോളിസത്തിലേക്ക് കയറും. അപ്പോൾ ഇത് കാരണം കുറേ അസിഡോട്ടിക് പ്രൊഡക്ട്സുകളൊക്കെ ഫോം ചെയ്യും. അങ്ങനെ ഇവിടെ അസിഡോസിസ് നടക്കും. ഈ അസിഡോസിസ് കാരണമാണ് ഈ ഹാർട്ടിൻ്റെ സെൽസിന് ഇഞ്ചുറി സംഭവിക്കുന്നത്. അങ്ങനെ ഈ കുറേ മെറ്റബോളൈറ്റ്സ്, ഈ ഹാംഫുൾ ആയിട്ടുള്ള മെറ്റബോളൈറ്റ്സ് ഒരുപാടെണ്ണം ഈ സെല്ലിൻ്റെ അകത്ത് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സെൽ ഡെത്ത് സംഭവിക്കുന്നത്. ഈ സെൽ ഡെത്ത് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ഹാർട്ടിൻ്റെ മസിലിൽ ഇൻഫാർക്ഷൻ സംഭവിക്കുന്നത്. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇസ്കീമിയ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് മസിൽസിൻ്റെ ലെയേഴ്സിൻ്റെ ഒരു വെഡ്ജ് ഷേപ്പായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഈ വെഡ്ജിൻ്റെ അപ്പെക്സ് എന്ന് പറയുന്നത് എപ്പികാർഡിയത്തിലും ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എൻഡോകാർഡിയത്തിലേക്കായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇസ്കീമിയുള്ള ഒരു ECG നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിലൊരു ഇൻവേർട്ടഡ് T വേവ് നമുക്ക് കാണാൻ പറ്റും. അത് ഏത് ഏരിയയിലാണോ അഫക്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് ആ ഏരിയനെ കറസ്പോണ്ട് ചെയ്യുന്ന ലീഡിൽ ഇൻവേർട്ടഡ് T വേവ് കാണാൻ സാധിക്കും. അപ്പോൾ ഇൻവേർട്ടഡ് T വേവ് നടക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം T വേവ് എന്ന് പറയുന്നത് വെൻട്രിക്കുലർ റീപോളറൈസേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ നടക്കുന്നതിൻ്റെ ഡയറക്ഷൻ, അതായത് റീപോളറൈസേഷൻ നടക്കുന്നത് ഒരു അബ്നോർമൽ പാത്വേയിലൂടെ ആയതുകൊണ്ടാണ് ഈ ഇൻവേർട്ടഡ് T വേവ് കിട്ടുന്നത്. അങ്ങനെ ഈ ഇസ്കീമിയ കാരണം വന്ന സോൺ ഓഫ് ഇഞ്ചുറി നേരെ ഡീപോളറൈസ് ചെയ്യില്ല. ഈ കംപ്ലീറ്റ്ലി ഡീപോളറൈസ് ചെയ്യാതെ നിൽക്കുന്നതുകൊണ്ട് കാരണം ഇത് കൂടുതൽ പോസിറ്റീവ് ഡിഫ്ലക്ഷനായിട്ട് തന്നെ സസ്റ്റെയിൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇഞ്ചുറി വരുമ്പോഴത്തേക്കും ST സെഗ്മെൻറ്റ് എലിവേഷനായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചുറി ഫേസിൽ ST സെഗ്മെൻറ്റ് എലിവേഷൻ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന, അതായത് ഇസ്കീമിയ ഫേസിൽ ഉണ്ടായിരുന്ന T ഇൻവേർഷനും പെർസിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഇഞ്ചുറി നടന്നു എന്ന് കാണിക്കുന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് ഈ ST സെഗ്മെൻറ്റ് എലിവേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇസ്കീമിയനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ T വേവ് ഇൻവേർഷൻ. അങ്ങനെ ഈ ഇസ്കീമിയും ഇഞ്ചുറിയും കാരണം ഒട്ടും ഓക്സിജൻ കിട്ടാതെ ഹാർട്ടിൻ്റെ സെൽസ് ഡെത്താവും. അങ്ങനെ ഈ ഡെഡ് ടിഷ്യൂ ഉണ്ടാകുമ്പോഴാണ് നമ്മളതിന് ഇൻഫാർക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫാർക്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ, ഈ ഡെഡ് ടിഷ്യൂ എന്ന് പറയുന്നത് ആക്ഷൻ പൊട്ടൻഷ്യൽ ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. അതായത് അവർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ഈ ഹാർട്ടിൻ്റെ മസിൽ, അതായത് ഈ ടിഷ്യൂ എന്ന് പറയുന്നത് ഒരു വിൻഡോ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ ലീഡ്സ് വെച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ഏരിയ മാത്രം റെസ്പോണ്ട് ചെയ്യില്ല. അപ്പം ഇതിലൂടെ ഈ ലീഡിനെ നമ്മളൊരു ക്യാമറ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ഏരിയൻ്റെ അകത്തൂടെ ഇത് ഒബ്സർവ് ചെയ്ത് ഓപ്പോസിറ്റ് വാളിൽ എന്ത് ചേഞ്ചസ് ആണ് നടക്കുന്നത് അത് ഈ ലീഡിനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓപ്പോസിറ്റ് ലീഡിലുള്ള ആ ചേഞ്ച് ഒബ്സർവ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പത്തോളജിക്കലായിട്ട് നമുക്കൊരു Q വേവ് കാണാൻ പറ്റുന്നത്. അതായത് Q വേവ് നല്ല ഡെപ്തിൽ കാണാൻ പറ്റും. അപ്പം മയോകാർഡിയൽ ഇൻഫാർക്ഷൻ്റെ ഈ ഇവൻറ്റ്സ് നമുക്കൊരു ഓർഡറിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ വേവ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിലെന്തായിരിക്കും, ST സെഗ്മെൻറ്റ് നോർമലായിരിക്കും, T വേവ് നോർമലായിരിക്കും, അതുപോലെ Q വേവും നോർമലായിരിക്കും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും അക്യൂട്ട് ഓൺസെറ്റ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, അതായത് അക്യൂട്ട് ഓൺസെറ്റ് MI.
ഇതിൻ്റെ എയർലി പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇൻഫാർക്ഷൻ സംഭവിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പം എസ് ടി സെഗ്മെൻറ്റ് നോക്കുമ്പം എലിവേറ്റഡ് ആയിരിക്കും, ടി വേവ് ടോൾ ആയിരിക്കാം, അതുപോലെ ക്യൂ വേവ് നോർമൽ ആയിരിക്കും. ക്യൂ വേവ് അപ്പിയർ ചെയ്യാൻ സമയമായിട്ടില്ല, അതായത് അക്യൂട്ട് ഓൺസെറ്റ് ആയതുകൊണ്ടാണ്, അത് വളരെ നേരത്തെയാണ്, വിത്തിൻ ഫ്യൂ അവേഴ്സിലുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റേജ് 3 എന്ന് പറയുന്നത് കുറച്ച് അവേഴ്സ്, അതായത് ഫ്യൂ അവേഴ്സ് ടു ഫ്യൂ ഡേയ്സ് നടക്കുന്ന ചേഞ്ചസ് ആയിരിക്കും. അതിനെ ലേറ്റ് പാറ്റേൺ എന്നാണ് വിളിക്കുക. ഈ ലേറ്റ് പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും എസ് ടി സെഗ്മെൻറ്റ് എലിവേഷൻ ഉണ്ടാവും, അതുപോലെ ടി വേവ് ഇൻവേർഷൻ ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് ക്യൂ വേവ് നോർമൽ ആയിരിക്കും. നമ്മൾ സ്റ്റേജ് 2 ക്യൂ വേവ് നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ 3 സ്റ്റേജിൽ നമ്മൾ ക്യൂ വേവ് നോർമൽ ആണെന്നാണ് പറഞ്ഞത്. ഇനി 4ാമത്തെ സ്റ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ വരെ ഉള്ള സമയത്ത് നടക്കുന്ന ചേഞ്ചാണ്. അതായത് ലേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ എന്നാണ് പറയുക. ഇതിലുള്ള ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും എസ് ടി സെഗ്മെൻറ്റ് എലിവേഷൻ ഉണ്ടാവും, ടി വേവ് ഡീപ്ലി ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ ക്യൂ വേവും ഡീപ്പായിരിക്കും. ഇനി ഒരു 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും വെരി ലേറ്റ് പാറ്റേൺ. വെരി ലേറ്റ് പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് നാൾ കഴിഞ്ഞു, ഒരു ആഴ്ചകളും ഏകദേശം മാസങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എസ് ടി സെഗ്മെൻറ്റ് ഏകദേശം നോർമലായിട്ടുള്ള സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്, നോർമൽ രീതിയിലേക്കായിരിക്കും വന്നിട്ടുണ്ടാവുക. ടി വേവ് നോക്കുമ്പോഴത്തേക്കും ഗ്രാജുവലി നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് വരും. അതായത് നമ്മൾ പ്രീവിയസ്ലി വന്നിട്ടുള്ള എസ് ടി സെഗ്മെൻറ്റിൻ്റെ ടി വേവിൻ്റെ ചേഞ്ചസ് ഒന്നും അങ്ങനെ കണ്ടുവരുന്നില്ല. ടി വേവ് ഫ്ലാറ്റായിട്ട്, ഓൾമോസ്റ്റ് ഫ്ലാറ്റായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ക്യൂ വേവ് പക്ഷേ നോക്കുമ്പോഴത്തേക്കും ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ല ഡീപ്പായിട്ടുള്ള ക്യൂ വേവ് നമുക്ക് കാണാൻ പറ്റും. അതായത് നോർമലായിട്ട് നമ്മൾ ക്യൂ വേവ് കാണാത്ത ലീഡുകളിലൊക്കെ നമുക്ക് ക്യൂ വേവ് നല്ല ഡെപ്തിൽ കാണാൻ സാധിക്കും. ഇത് വെരി ലേറ്റ് പാറ്റേണിലാണ് കാണുന്നത്. അതേപോലെ ഇനി സ്റ്റേജ് 6 എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരുപാട്, അതായത് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ. ഇതിൽ പറയുമ്പോഴത്തേക്ക് എസ് ടി സെഗ്മെൻറ്റും ടി വേവും ഒക്കെ നോർമലായിരിക്കും, പക്ഷേ ക്യൂ വേവ് പെർസിസ്റ്റ് ചെയ്യും. ഇനി അടുത്ത ലീഡ്സ് പഠിച്ച സമയത്ത് ഞാൻ പറയാത്ത ഒരു കൺസെപ്റ്റാണ്, അതായത് കണ്ടിഗ്വസ് ലീഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ ലിംബ് ലീഡ്സ് ഉണ്ട്, ചെസ്റ്റ് ലീഡ്സ് ഉണ്ട്. ഈ ലിംബ് ലീഡ്സിൽ ലീഡ് 1, ലീഡ് AVL, അതുപോലെ V5 V6, ചെസ്റ്റ് ലീഡ്സിലുള്ള V5 V6, ഇതെല്ലാം ഈ 4 ലീഡും നമ്മുടെ ഹാർട്ടിൻ്റെ ലാറ്ററൽ സൈഡിലുള്ള ചേഞ്ചസ് ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ ചെസ്റ്റ് ലീഡ്സിൽ തന്നെ V1 V2, ഇത് സെപ്റ്റൽ സൈഡിലുള്ള ചേഞ്ചസ് ആയിരിക്കും കാണുക. എന്നുള്ള ഹാർട്ടിൻ്റെ സെപ്റ്റല്ലേ, ഇതിൻ്റെ അടുത്തുള്ള ചേഞ്ചസ് ആയിരിക്കും കൂടുതൽ V1 V2ലായിരിക്കും കാണുന്നുണ്ടാവുക. അതുപോലെ V3 V4, ചെസ്റ്റ് ലീഡിലുള്ള V3 V4 എന്ന് പറയുന്നത് ആൻറ്റീരിയർ വോളിലുള്ള ചേഞ്ചസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ചെസ്റ്റ് ലീഡ്സിൽ V1 V2 സെപ്റ്റലും V3 V4 ആൻറ്റീരിയറിലും V5 V6 ലാറ്ററൽ സൈഡിലുള്ള ചേഞ്ചസുമാണ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളിപ്പം ഹാർട്ടിൻ്റെ ഇൻഫീരിയർ വോൾ നോക്കുകയാണെങ്കിൽ ലീഡ് 2, ലീഡ് 3, ലീഡ് AVF, ഈ 3 ലീഡുകളാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഇൻഫീരിയർ വോളിനെ ഫേസ് ചെയ്യുന്നത്. അപ്പം ഇൻഫീരിയർ വോളിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ഈ 3 ലീഡുകളിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ECG നോക്കി മയോകാർഡിയൽ ഇൻഫാക്ഷൻ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പം ആദ്യത്തെ ഇത് നമുക്കൊരു ഇൻഫീരിയർ വോൾ MIൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പം ഈ ഇൻഫീരിയർ വോൾ MIൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലീഡ്സൊക്കെ നോക്കുകയാണ്. അപ്പോൾ ആദ്യ ലീഡ്സ് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ചേഞ്ചസ് കാണുന്ന ലീഡ്സ് ലീഡ് 2, ലീഡ് 3, ലീഡ് AVF, ഈ 3 ലീഡിൽ നോക്കുമ്പോഴത്തേക്കും ST സെഗ്മെൻറ്റിന് എലിവേഷൻ കാണുന്നുണ്ട്, അതായത് ST എലിവേഷൻ കാണുന്നുണ്ട്. ലീഡ് 2, ലീഡ് 3, ലീഡ് AVF. അപ്പോൾ ഈ 3 ലീഡുകളും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഹാർട്ടിൻ്റെ ഇൻഫീരിയർ വോളിനെയാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻഫീരിയർ വോളിലുള്ള ചേഞ്ചസ് ആയിരിക്കും ഈ 3 ലീഡിലൂടെ കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഇൻഫീരിയർ വോൾ ST എലിവേഷൻ MI ആണെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇതേ സെയിം ECG നോക്കുമ്പോൾ, അതായത് ഇൻഫീരിയർ വോൾ MIൻ്റെ സെയിം ECGയിൽ നോക്കുമ്പോഴത്തേക്കും ലീഡ് 1, ലീഡ് AVL ഇതുപോലുള്ള ലീഡുകളിലൊക്കെ റെസിപ്രോക്കൽ ST ഡിപ്രഷൻ ചേഞ്ചസ് കാണാൻ പറ്റും. എന്താണ് ഈ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്? ലീഡ് 2, ലീഡ് 3, ലീഡ് AVF ഇതിന് 3നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ലീഡുകളായിട്ടുള്ള ലീഡ് 1, AVL എന്നീ ലീഡുകളിലൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ചേഞ്ചുകളായിരിക്കും കാണുക. അതായത് ST എലിവേഷനാണ് ഇൻഫീരിയർ ലീഡ്സ് വന്നിട്ടുള്ളതെങ്കിൽ ST ഡിപ്രഷൻ ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ലീഡിൽ ഉണ്ടാവുക. കാരണം ഇലക്ട്രിക്കൽ വെക്ടർ ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ മാറുന്നതനുസരിച്ചാണ് ഈ ST എലിവേഷനും ST ഡിപ്രഷനും വരുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്?
ലീഡ് 1 ലീഡ് AVL, അതുപോലെ ലീഡ് V3, V4, V5, V6 ഈ 6 ലീഡുകളിൽ നമുക്ക് ST എലിവേഷൻ കാണുന്നുണ്ട്. ഈ 6 ലീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഡ് 1 ലീഡ് AVL, V5, V6 ഈ 4 ലീഡും ലാറ്ററൽ സൈഡിനെയാണ് കൂടുതൽ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലാറ്ററൽ സൈഡിലെ ചേഞ്ചസ് ആയിരിക്കും കാണുക. അതുപോലെ V3, V4 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൻറ്റീരിയർ വോളിലുള്ള ചേഞ്ചസ് ആയിരിക്കും കൂടുതൽ കാണിക്കുക. അപ്പം നമ്മളിവിടെ വന്നിട്ടുള്ള ലീഡ്സ് എന്ന് പറയുമ്പോൾ ലീഡ് 1 AVL, V3, V4, V5, V6 അങ്ങനെ ഈ 6 ലീഡുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആൻട്രോ ലാറ്ററൽ MI, അതായത് ആൻറ്റീരിയർ വോളും ലാറ്ററൽ വോളും ഇൻവോൾവ് ചെയ്തിട്ടുള്ള മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, അതാണ് നമ്മൾ ആൻട്രോ ലാറ്ററൽ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ലീഡുകളായിട്ടുള്ള ലീഡ് 2, ലീഡ് 3, ലീഡ് AVF എന്നിവയിലൊക്കെ കാണാൻ സാധിക്കും. അതായത് ഓപ്പോസിറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ST ഡിപ്രഷനായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത് നോൺ ST എലിവേഷൻ അക്യൂട്ട് കൊറോണറി സിൻഡ്രം. ഇതിൽ വരുന്ന 2 എൻറ്റിറ്റീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത് നോൺ ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാർക്ഷനും അതുപോലെ അൺസ്റ്റേബിൾ ആൻജൈന പെക്ടോറിസുമാണ്. ഈ എൻസ്റ്റമിയും അൺസ്റ്റേബിൾ ആൻജൈന പെക്ടോറിസും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കതൊരു കാർഡിയാക് ബയോമാർക്കേഴ്സ് ഒക്കെ സെൻഡ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തതനുസരിച്ചാണ് നമുക്ക് എൻസ്റ്റമിയും അതേപോലെ അൺസ്റ്റേബിൾ ആൻജൈന പെക്ടോറിസും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ നോൺ ST എലിവേഷൻ അക്യൂട്ട് കൊറോണറി സിൻഡ്രം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് മെയിനായിട്ട് 2 പാറ്റേണാണ് നമുക്ക് കാണുന്നത്. അതായത് ST സെഗ്മെൻറ്റ് ഡിപ്രഷനും T വേവ് ഫ്ലാറ്റനിങ് അല്ലെങ്കിൽ T വേവ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഈ 2 ചേഞ്ചസുമാണ് നമുക്ക് ഈ നോൺ ST എലിവേഷൻ അക്യൂട്ട് കൊറോണറി സിൻഡ്രത്തിൽ കാണുന്നത്. നോൺ ST എലിവേഷൻ MIയിൽ തന്നെ ഈ ST ഡിപ്രഷന് 3 ടൈപ്പ് മോർഫോളജി നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഒന്ന് അപ്സ്ലോപ്പിംഗ് മോർഫോളജി, പിന്നെ ഡൗൺ സ്ലോപ്പിംഗ് ഉണ്ട്, അതേപോലെ ഹൊറിസോണ്ടൽ മോർഫോളജിയാണ്. അപ്പോൾ ഈ 3 മോർഫോളജിയാണ് ST എലിവേഷൻ MIയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഹൊറിസോണ്ടലും ഡൗൺ സ്ലോപ്പിംഗ് ST ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ 2 അതിൽ കൂടുതലോ കണ്ടിഗ്വസ് ലീഡ്സിൽ 0.05 മില്ലിമീറ്ററിൽ കൂടുതലാണ്, ഇവരുടെ J പോയിൻറ്റിൽ 0.5 മില്ലിമീറ്ററിൽ കൂടുതലാണ് ഈ ST ഡിപ്രഷൻ എന്ന് പറയുന്നതെങ്കിൽ ഇത് മയോകാർഡിയൽ ഇസ്കീമിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ST ഡിപ്രഷൻ എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററിൽ കൂടുതലാണെങ്കിൽ അത് അതിൻ്റെ പ്രോഗ്നോസിസ് കുറച്ചും കൂടെ വേഴ്സാണ്. ഇനിയിപ്പോൾ ST ഡിപ്രഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 2 മില്ലിമീറ്റർ ഇൻ 3 or more കണ്ടിഗ്വസ് ലീഡ്സ്, അതായത് 3 അതിൽ കൂടുതലോ കണ്ടിഗ്വസ് ലീഡ്സിൽ ഈ 2 മില്ലിമീറ്ററിൽ കൂടുതലുള്ള ST ഡിപ്രഷൻ വരികയാണെങ്കിൽ അത് എൻസ്റ്റെമി ആണെന്ന് തന്നെ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും. അതിൻ്റെ പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് വളരെ വേഴ്സായിരിക്കും, വളരെ ബാഡ് പ്രോഗ്നോസിസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.